ഇത് മുണ്ടും ഷർട്ടും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു കുഞ്ഞ് അവയർനെസ് വീഡിയോ. ഞാൻ ശരിക്കും മുണ്ടും ഷർട്ടിൻ്റെ ഒരു ആരാധകനാട്ടോ. എനിക്ക് ഒരുപാട് മുണ്ടും അതിൻ്റെ മാച്ചിങ് എന്താ പറയുക ഷർട്ടും കുറേ അധികമുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് എന്താ വെച്ചാൽ ഒരുപാട് പൂക്കളുള്ള ഷർട്ടും അതിൻ്റെ തന്നെ കരയുള്ള മുണ്ടുമാണ്. അപ്പോൾ അത് വാങ്ങാൻ എന്തോ ഒരു മടി എന്താ വെച്ചാൽ, കാരണം ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലെന്നൊരു വിഷമം എനിക്കുണ്ട്. അത് കാരണം ഞാൻ എപ്പോഴും പ്ലെയിൻ ഷർട്ടും പ്ലെയിൻ കരയുള്ള മുണ്ടോ ചൂസ് ചെയ്യുക. കാരണം ആ മുണ്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഇത്തവണ എനിക്ക് ഓണത്തിന് എൻ്റെ വൈഫ് വാങ്ങിക്കുന്ന ഡ്രസ്സായി കാണുന്നത് കേട്ടോ, ഈ മുണ്ടും ഷർട്ടും. ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ കര കണ്ടോ, അത്യാവശ്യം ഡിസൈനുള്ള കരയാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഈ ഷർട്ടിൻ്റെ കൂടെ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ നോർമലി ഗോൾഡനോ അല്ലെങ്കിൽ സിൽവറോ കസവുള്ള മുണ്ട് മേടിക്കുകയാണെങ്കിൽ ഏത് ഷർട്ടിൻ്റെ കൂടെയും ചേർന്ന് പോകും. പക്ഷേ ഇന്ന് ഈ മുണ്ടും ഷർട്ടും ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായ കാര്യം എന്താ വെച്ചാൽ, ഈ മുണ്ടിൻ്റെ മറുവശം നോക്കുകയാണെങ്കിൽ എനിക്ക് ഗോൾഡൻ കസവ കണ്ടല്ലോ. അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് മുണ്ട്. പിന്നെ ഈ ടൈപ്പിൽ വരുന്ന മുണ്ടുകളൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ മുമ്പ് വാങ്ങാത്ത കാരണം അറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്നാൽ ഇത് വാങ്ങുമ്പോൾ ആ കടക്കാരും അത് പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ കാര്യമാണെന്നുള്ള. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ കാരണം ചെറിയൊരു അവയർനെസ്. ആരെങ്കിലും ഈ ഒരു കാരണം ഇത്തരം മുണ്ടുകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ചോദിച്ചു മേടിക്കുക. ഒരു സൈഡ് ഇതും ഇരു സൈഡ് നമ്മുടെ നോർമൽ കസവും. ഞാൻ ഇനി ഈ വശവും കൂടെ ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടല്ലോ, ഇതിപ്പോൾ ഏത് ഷർട്ടിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന നമ്മുടെ ഗോൾഡൻ കസവ വന്നിരിക്കുന്നത് കണ്ടല്ലോ. മറുവശത്ത് നമ്മുടെ ഡിസൈനർ കറി. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.